മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ഈശോ മിശിഹായുടെ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ പ്രധാനപ്പെട്ടവയാണ്. എന്നാൽ വലിയ ആഴ്ചയിൽ നാം പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവുമാണ്. വെള്ളിയാഴ്ച ഈശോ കുരിശിൽ മരിച്ചു. എന്നാൽ പിറ്റേന്ന് ശാബതമായിരുന്നതുകൊണ്ട് മൃതശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല എന്ന നിയമമുള്ളതുകൊണ്ട് ഈശോയുടെ മൃതശരീരം കുരിശിൽ നിന്നും താഴെ ഇറക്കി സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന പാറയിൽ വെട്ടിയുണ്ടാക്കിയ അതുവരെ മറ്റാരെയും സംസ്കരിച്ചിട്ടില്ലാതിരുന്ന ഒരു കല്ലറയിൽ സംസ്കരിച്ചു. അവിടുത്തെ സംസ്കരിച്ചവർ പിറ്റേന്ന് ശാബതമായതുകൊണ്ട് തിരിച്ച് അവിടേക്ക് വന്നില്ല. ഈശോയോടൊപ്പം ഗലീലയിൽ നിന്ന് വന്നിരുന്ന സ്ത്രീകൾ സുഗന്ധ തൈലങ്ങളുണ്ടാക്കി അവ ലേപനം ചെയ്യുന്നതിനായിട്ട് ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് ഞായറാഴ്ച അതിരാവിലെ തന്നെ കല്ലറയിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് ശൂന്യമായ കല്ലറയാണ്. അവിടെ ഈശോയെ പൊതിഞ്ഞിരുന്ന കച്ചയും അവിടുത്തെ ശിരസ് മൂടിയിരുന്ന തുവാലയും അവർ കണ്ടു. അവർക്ക് പ്രത്യക്ഷനായ ഒരു മാലാഖ ഈശോ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നുള്ള സദ്വാർത്ത അവരെ അറിയിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈശോയുടെ ഉത്ഥാനത്തിന് ദൃക്സാക്ഷികളായിട്ട് ആരും ഉണ്ടായിരുന്നതായിട്ട് അവിടെ പറയുന്നില്ല. ഇവിടെയാണ് ശനിയാഴ്ചയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഈശോ മരിച്ച് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉത്ഥാനം ചെയ്തു എന്ന് നാം വിശ്വാസ പ്രമാണത്തിലേറ്റ് പറയുന്നുണ്ട്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്നല്ല പറയുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോയുടെ പാതാള പ്രവേശനത്തെക്കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് ഐക്കൺ രചയിതാക്കൾ ആശ്രയിച്ചത് അപ്രമാണീയ ഗ്രന്ഥമായ നിക്കോദേമോസിൻ്റെ സുവിശേഷത്തെയാണ്. നിക്കോദേമോസിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ പീലാത്തോസിൻ്റെ നടപടികൾ എന്നറിയപ്പെടുന്ന ആ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈശോ മരിച്ച് ഈശോയുടെ ആത്മാവ് പാതാളങ്ങളിലേക്ക് പോയി. അവിടെ മരണത്തിൻ്റെ ആ സാമ്രാജ്യത്തിലേക്ക് ഈശോ പ്രവേശിക്കുകയാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന യഹൂദരുടെ ആ വിശ്വാസമനുസരിച്ച് പ്രപഞ്ചത്തെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുക. മുകളിൽ ആകാശം, താഴെ ഭൂമി, അതിനു താഴെ പാതാളം. മരിച്ചവരുടെ ആത്മാക്കൾ പാതാളത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആ മരണത്തിൻ്റെ ആ തടവിൽ അവർ കഴിയുകയാണ്. ഈശോ അവിടേക്ക് പ്രവേശിച്ച് ആ പാതാളത്തിൻ്റെ കവാടങ്ങൾ എന്നേക്കുമായി തകർത്ത് ആ മരണത്തിൻ്റെ പിടിയിൽ നിന്നും മരിച്ചവരെ മോചിപ്പിക്കുകയാണ്. ഈ ഒരു ചിന്തയാണ് ഈശോയുടെ പാതാള പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ആ ഐക്കണിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അവിടെ വലിയ ഒരു മല രണ്ടായിട്ട് പകുത്തിരിക്കുന്നു. അതിൻ്റെ വിടവിലൂടെ ഈശോ താഴേക്ക് പാതാളത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭാപിതാവായ അഫ്രഹാത്ത് പറയുന്നു, മോശ ചെങ്കടൽ വിഭജിച്ച് അതിലൂടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി അവിടെ നിന്നും ആത്മാക്കളെ മോചിപ്പിച്ചുവെന്ന്. ഈ ഐക്കണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈശോയും താൻ കൈപിടിച്ച് ഉയർത്തുന്ന ആദവുമാണ്. ആദത്തെ ഈശോ കൈപിടിച്ച് ഉയർത്തുന്നത് വലിയൊരു പ്രതീകമാണത്. ആദം എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം മുഴുവനുമാണ്. അപ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ ഈശോ മരണത്തിൻ്റെ അധീശത്തിൽ നിന്നും മോചിപ്പിച്ചുവെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. മരണം ചെറുത്തു നിന്നു തൻ്റെ സാമ്രാജ്യത്തിലേക്ക് ഈശോ പ്രവേശിക്കാതിരിക്കുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ച് ആ വാതിലുകൾ തകർത്ത് അത് എന്നേക്കുമായിട്ട് തുറക്കപ്പെട്ട് ഈശോ അവിടെ നിന്നും ആത്മാക്കളെ മോചിപ്പിക്കുകയാണ്. ഈശോയുടെ മരണസമയത്ത് ഭൂകമ്പമുണ്ടായതായും
പാറകൾ പിളർക്കപ്പെട്ടതായും പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടതായും പറയുന്നുണ്ട്. അപ്പോൾ ഈശോ തൻ്റെ മരണശേഷം ആ ഖബറിൽ കഴിയുകയല്ലായിരുന്നു. ഈശോ തൻ്റെ ദൗത്യം തുടരുകയായിരുന്നു. കാരണം ഈശോയുടെ ആഗമനം പ്രതീക്ഷിച്ച് കഴിഞ്ഞവരാണ് പഴയ നിയമത്തിലെ പിതാക്കന്മാരും പ്രവാചകന്മാരും നീതിമാന്മാരുമെല്ലാം. അവർക്കും ഈശോയുടെ സദ്വാർത്ത ശ്രവിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഈശോ അവിടെ ഉണ്ടാക്കി കൊടുക്കുക. ഈശോ പാതാളങ്ങളിലേക്ക് ഇറങ്ങി അവരോടും സുവിശേഷം പ്രസംഗിക്കുന്നു. ഈ ഐക്കണിലെ ഈശോയുടെ ഇടതുവശത്തായിട്ട് സ്നാപകയോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ എപ്രകാരം ഈശോയ്ക്ക് മുന്നോടിയായി പ്രവർത്തിച്ചുവോ അതുപോലെ തന്നെ പാതാളത്തിലും ഈശോയ്ക്ക് മുന്നോടിയായിട്ട് സ്നാപകയോഹന്നാൻ പ്രവേശിക്കുകയാണ്. അവിടെ ചെന്ന് അവരെയും ഈശോയുടെ വരവിനായിട്ട് സ്നാപകയോഹന്നാൻ ഒരുക്കി എന്നാണ് നാം വിശ്വസിക്കുക. പിന്നീട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ആബേലുണ്ട്, സോളമനുണ്ട്, ദാവീദുണ്ട്. മറുവശത്ത് പുറപിതാക്കന്മാർ എല്ലാവരും തന്നെയുണ്ട്. അബ്രാഹമുണ്ട്, ഇസ്ഹാക്കുണ്ട്, യാക്കോബുണ്ട്, ഏലിയായുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രവാചകന്മാരും രാജാക്കന്മാരും എല്ലാവരും ഈശോയുടെ ആ ആഗമനം കാത്ത് പാതാളത്തിൽ കഴിയുകയായിരുന്നു. അവർക്കും ആ നിത്യ രക്ഷയുടെ ആ സദ്വാർത്ത ശ്രവിക്കുവാനായിട്ട് ഇടയായി. ചില ഐക്കണുകളിലെ ഈശോ ഒരു കൈ കൊണ്ട് ആദത്തെയും മറു കൈ കൊണ്ട് ഹവ്വായെയും ഉയർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നാം കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് പല പൗരസ്ത്യ സഭകളിലും ഉയർപ്പ് ഞായറിൻ്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ അതിന് ചിത്രീകരണമായിട്ട് ഈ ഐക്കൺ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഉയർപ്പ് ഞായറിനേക്കാൾ കൂടുതൽ ഈ ഐക്കൺ യുക്തമാകുന്നത് വലിയ ശനിക്കാണ്. ശനിയാഴ്ച ഈശോ മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷപ്രദാനം ചെയ്യുകയായിരുന്നു. ഈശോ മരിച്ചവരുടെ ഇടയിൽ നിന്നാണ് ഉദ്ധാനം ചെയ്യുക. ഈ ഐക്കണിൽ ഈശോ ചവിട്ടി നിൽക്കുന്നത് തകർക്കപ്പെട്ട 2 വാതിലുകളുടെ മുകളിലായിട്ടാണ്. ഈശോയുടെ കയ്യിലൊരു കുരിശുണ്ട്. ആ കുരിശ് രക്ഷയുടെ അടയാളമാണ്. ആ അടയാളത്തിലൂടെ അല്ലെങ്കിൽ രക്ഷയുടെ അടയാളമായ കുരിശിലൂടെയാണ് ഈശോ മനുഷ്യരക്ഷ സാധിച്ചത് എന്നത് സൂചിപ്പിക്കുന്നു. തകർക്കപ്പെട്ട വാതിലുകളും ആ വാതിലുകളുടെ പൂട്ടും വിജാഗിരിയും മറ്റും തകർക്കപ്പെട്ട രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇനിയും ആ വാതിലുകൾ അടയ്ക്കുവാൻ മരണത്തിന് സാധിക്കുകയില്ല. ഇങ്ങനെ നിത്യജീവനിലേക്കുള്ള കവാടം നമുക്കായിട്ട് മനുഷ്യർക്കായിട്ട് മനുഷ്യകുലത്തിന് മുഴുവനുമായിട്ട് ഈശോ മിശിഹ തുറന്നു തന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രീകരണമാണ് ഈ ഐക്കണിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇങ്ങനെ വലിയ ശനിക്ക് ഏറ്റവും ഉപയുക്തമായ വിധത്തിൽ ഈ ഐക്കൺ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലെ വ്യക്തമായ പരാമർശങ്ങളിൽ ഇല്ല എന്ന് നാം പറയുന്നുണ്ടെങ്കിലും വിശുദ്ധ പത്രോസിൻ്റെ ലേഖനത്തിലെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാൻ്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആത്മാവോടുകൂടെ ചെന്ന് അവൻ ബന്ധനസ്ഥരായ ആത്മാക്കളോടും സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് മരിച്ചവരോട് പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. ഇങ്ങനെ ആദ്യമതേ ഉണ്ടായിരുന്ന ആ മനുഷ്യർക്കും പിന്നീട് വരുന്ന എല്ലാ മനുഷ്യകുലത്തിനും നിത്യമായ രക്ഷപ്രദാനം ചെയ്യുന്ന ഈശോ മിശിഹായുടെ ഉയർപ്പ് തിരുനാൾ നാം ഞായറാഴ്ച ആഘോഷിക്കുകയാണ്. തിരുനാളുകളുടെ തിരുനാൾ എന്നാണിത് അറിയപ്പെടുക. കാരണം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ഈശോ മിശിഹ ഇന്നും ജീവിക്കുന്നവനാണ്. ജീവിക്കുന്നവനായ മിശിഹായുടെ ആ കൃപാവരം അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.